കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സഹകരണ വകുപ്പിൻ്റെ പുതിയ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി സഹകരണ വകുപ്പ് ആരംഭിക്കുന്ന മൊബൈൽ ആപ്പാണ് അങ്ങാടി. ബാങ്കിൽ നിന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ് സഹകരണ വകുപ്പ്. സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി സഹകരണ വകുപ്പ് അങ്ങാടി എന്ന പേരിൽ മൊബൈൽ ആപ്പ് ഇറക്കും. സഹകരണ സ്ഥാപനങ്ങളുടെ 100 ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ ബ്രാൻഡിൽ പുറത്തിറക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളാണ് കൂടുതലും. വിദേശ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ കയറ്റുമതിക്ക് അയക്കുന്നുണ്ട് എങ്കിലും വിപണിയിൽ സജീവമായിട്ടില്ല. സഹകരണ ഉൽപ്പന്നങ്ങൾ ദേശീയ രാജ്യാന്തര വിപണിയിലേക്ക് എത്തിക്കുന്നതിനാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുക്കുന്നത്. അങ്ങാടി എന്ന മൊബൈൽ ആപ്പ് വഴി ഓൺലൈനിൽ പണമടച്ച് ബുക്ക് ചെയ്യാനാകും. കേരളത്തിൽ എവിടെയാണ് ഔട്ട്ലെറ്റുകൾ എന്നറിയാനും ആപ്പിലൂടെ സാധിക്കും. കൂടുതൽ ഔട്ട്ലെറ്റുകളും പരിശോധനാ ലാബുകളും സ്ഥാപിക്കുന്നുണ്ട്. ബ്രാൻഡിന് എല്ലാ ഗുണനിലവാര സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കിയിട്ടാണ് പുറത്തിറക്കുന്നത്. ഇതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ലീഗൽ മെട്രോളജി, സെയിൽസ് ടാക്സ് കമ്മീഷണർ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രതിനിധി എന്നിവരെയും 2 വിദഗ്ധരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപവൽക്കരിച്ചുവെന്നും ആപ്പ് ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നുവെന്നും സഹകരണ രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു പറഞ്ഞു. സഹകരണ ബാങ്കുകളുടെയും സംഘങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി ആർക്കും പരിശോധിക്കാവുന്ന തരത്തിൽ കാമിസ് വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും തീരുമാനമായി. സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കുന്ന രീതിയിൽ മികച്ച പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് പ്രൊജക്ട് ക്രഷ് വിഭാഗത്തിൽ MBA ബിരുദധാരികളെ നിയമിക്കാനും തീരുമാനമായി. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.